നമസ്കാരം. ഇന്ന് ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ പ്രതിഷേധ പ്രകടനം നടത്തി. സ്വാഭാവികമായിട്ടും പോലീസുകാരും ഇവരും തമ്മിൽ അവിടെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും പ്രതിഷേധങ്ങൾ നടത്തും, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കും. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഈ പോലീസുകാര് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ നോക്കി തിരിഞ്ഞ് ഓരോരുത്തരോടും ഓരോ സമീപനം സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഡിഫിയുടെ മുൻ നേതാവ് ആരും മറക്കാനിടയില്ലല്ലോ, ഷഡ്ജ ഋഷഭ ഗാന്ധാര മധ്യമത്തിലൊക്കെ വിദഗ്ധനായിട്ടുള്ള ആള് ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് പോയി കക്കൂസ് കഴുകി കൊടുക്കട ആ നാറിക്കുന്ന പോലീസുകാരോട് ആജ്ഞാപിച്ചപ്പോ വാക്കൈ പൊത്തി ഇങ്ങനെ നിന്നിട്ട് പൊന്നുമോനെ ആർപ്പോ ഇറോ താഴെ ഇറങ്ങി വാടാ മോനെ, കരിങ്ങാലി വെള്ളം ബ്രാണ്ടിക്കുപ്പിയിലാക്കി തരാടാ പോലീസ് മാമന്മാർ, ഇങ്ങ് വാടാ മോനെ, ഞങ്ങളെ നാറ്റിക്കരുതേടാ യോ എന്നുള്ള രീതിയിൽ എന്തൊരു വിനയമായിരുന്നു. എത്ര ശാന്തതയാണ് അവരവിടെ പാലിച്ചത്. ഓർമ്മയുണ്ടാവുമല്ലോ എല്ലാവർക്കും. അതുപോലെ തന്നെ SFIയുടെ എന്തോ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ ഒരു പെങ്കൊച്ച് പേടിച്ചു വിറച്ച് കരയുന്നത് കണ്ടപ്പോൾ ഒരു വനിതാ പോലീസ് ആൻറ്റി ചെന്ന് മോനെ മുത്തെ പൊന്നെ കരയാതെ തക്കുട് വാവേ നിനക്ക് പാല് വേണോടാ എന്നൊക്കെ പറഞ്ഞ് അതിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു വീഡിയോയും നമ്മളാരും മറക്കാറായിട്ടില്ല. അങ്ങനെ ഓരോരുത്തരെയും ഓരോ വിധത്തിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് പോലീസ് യൂണിഫോമിന് കൊടുക്കേണ്ട ബഹുമാനം ആളുകൾ കൊടുക്കാൻ മടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഒരുപാട് പേർ പറയുന്നുണ്ട് ആ യൂണിഫോമിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണ്ടേ, അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താമോ? കൃത്യമായിട്ട് കൃത്യനിർവഹണം നിർവഹിക്കുന്ന ആളുകളെ ആരും തടസ്സപ്പെടുത്തില്ല. അതിപ്പോൾ അവർ യൂണിഫോമിലാണെങ്കിലും അല്ലെങ്കിലും അത്തരം ആളുകൾ ബഹുമാനിക്കപ്പെടും. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. ബഹുമാനം ആരും ചോദിച്ചു വാങ്ങിക്കേണ്ടതല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന് നമ്മൾ സ്വയം കൊടുക്കേണ്ട സാധനമാണ്. ഇന്നിപ്പോ അവിടെ ഒരു പ്രതിഷേധമുണ്ടായി, അവർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം എന്തിനു വേണ്ടിയായിരുന്നു? ജനകീയമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ തന്നെയായിരുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവളല്ലേ, ഇനി കോൺഗ്രസ്സുകാരിയാണെന്ന് പറഞ്ഞ് കുറെ പേര് തെറി വിളിക്കാൻ വരും, വരുന്നവർ വന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും, അത് പോട്ടെ. അപ്പോൾ ഇവരൊരു പ്രതിഷേധം നടത്തി. എന്തിനു വേണ്ടി അവർ പ്രതിഷേധം നടത്തിയത്? നമ്മുടെ കേരള സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ ഇവിടെ സാധ്യമാക്കിയ ദേശീയപാത വിണ്ടുകീറുന്നു, പൊളിഞ്ഞു വീഴുന്നു. പക്ഷെ ആ വിണ്ട് കീറിയ സ്ഥലങ്ങളും പൊളിഞ്ഞു വീണ സ്ഥലങ്ങളും ഒഴികെയുള്ളതേ കേരളം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കേന്ദ്രമാണ് ചെയ്തത്, അത് വേറെ കാര്യം. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. റോഡെല്ലാം പൊള്ളിയ ഫ്ലെക്സ് മന്ത്രി അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഇവർ പ്രതിഷേധിക്കാൻ വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു വഷളാകുന്നു, രംഗം വഷളാകുന്നു എന്ന് തോന്നിയാൽ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സകല അവകാശവും പോലീസിനുണ്ട്, അത് ചെയ്തോളൂ. ഒരു പോലീസുകാരൻ അബിൻ വർക്കിയുടെ തല പിടിച്ചൊതുക്കി വണ്ടിയുടെ അകത്തോട്ട് ഇടിച്ചൊതുക്കാൻ നോക്കുന്നു, ഒരാള് ഉടല് പിടിക്കുന്നു. ആ മനുഷ്യന്റെ ഉടുതുണി അഴിഞ്ഞു പോയിട്ട് ആ മുണ്ടുടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അവര് നടത്തിയ പ്രതിഷേധം എന്തിനെതിരെയാ? അല്ല, അവരെ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത്? മനസാക്ഷിക്ക് നിരക്കാത്ത എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത ആളിനെയൊക്കെ കൊണ്ടുപോകുന്നത് പോലെ, അവരോടുള്ള ഒരു സമീപനം പോലെയാണ് തോന്നുന്നത്. 3-4 പേരെ വെട്ടിക്കൊന്നിട്ട് കാട്ടിനകത്ത് കയറി ഒളിച്ചിരുന്ന് രാത്രിക്ക് രാത്രി ഇറങ്ങി വന്ന ചെന്താമരയെ വിളിച്ചുകൊണ്ട് പോയി മീഡിയ എല്ലാം കാണുക മുന്നിൽ വെച്ച് പൊറോട്ടയും കടലക്കറിയും വാങ്ങിച്ചു കൊടുത്ത പോലീസാണ്. ആ പോലീസാണ് കഴിഞ്ഞ ദിവസം പാവപ്പെട്ട ഒരു സ്ത്രീ ചെയ്യാത്ത കുറ്റത്തിന് ആ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച് വെള്ളം ദാഹിച്ചപ്പോൾ പോയി ബാത്റൂമിൽ പോയി കുടിക്കാൻ പറഞ്ഞത്. അപ്പോൾ പോലീസ് ഈ ചരിത്രത്തിലില്ലാത്ത വിധം സൽപ്പേരുകൾ ഓരോ ദിവസം പ്രതി നേടിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പോലീസുകാരെന്താണ് വേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ? അന്തരീക്ഷം മോശമാകുന്നു എന്ന് കണ്ടാൽ എങ്ങനെ അത് സമാധാനപ്പെടുത്താം? ക്രമസമാധാന പാലനം, അതിൻ്റെ അർത്ഥം അറിയാവുന്ന എത്ര എണ്ണം ഉണ്ടോ ആവോ. അതാണല്ലോ പോലീസിന്റെ ജോലി, അതാണല്ലോ അവർ ചെയ്യേണ്ടത്. ഈ എരുതിയിൽ എണ്ണ ഒഴിച്ച് എങ്ങനെ രംഗം വഷളാക്കാമെന്നാണ് പോലീസുകാരും ചിന്തിക്കുന്നത്. അവർക്ക് ഒരുപാട് പ്രഷർ മോളിൽ നിന്ന് കാണും, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയല്ല പോലീസുകാരെ, പക്ഷെ സ്വന്തം ഡ്യൂട്ടി എന്താണ് എന്ന് പലപ്പോഴും അവർ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഏതായാലും അബിൻ വർക്കി പോലീസിനോട് പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് പേർ അബിൻ വർക്കിയെ വിമർശിക്കുന്നത് കണ്ടു. പക്ഷെ എന്നാലും ആ പോലീസ് യൂണിഫോമിന് അവൻ കൊടുത്തില്ലല്ലോ ബഹുമാനം. പോലീസുകാർ അവിടെ കാണിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് ആ വാർത്ത മുഴുവൻ കണ്ടവർക്ക് മനസ്സിലാകും. പോലീസുകാരാണ് ഇപ്പോൾ പ്രകോപിതരാകുന്നത്. മറ്റേ സമരം ചെയ്യുന്ന ആളുകളൊക്കെ ശാന്തമായിട്ട് പോലെ എന്താ ഏറാ
എന്നൊക്കെ വെച്ച് പോലീസുകാരങ്ങ് തുടങ്ങി വെക്കുകയാണ്. ബാക്കി ഇവന്മാർ പുറകെ നേറ്റുപിടിക്കും. പിന്നെ കലാവില. നമുക്ക് ഈ കാഴ്ചക്കാർക്ക് എന്താ സംഭവം എന്ന് പോലും മനസ്സിലാകത്തില്ല. ഈ നടത്തുന്ന പ്രതിഷേധം പോലും അർത്ഥമില്ലാതായി പോവുകയാണ്. ഒരു സംഭവത്തെ അതിൻ്റെ പ്രാധാന്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവരിങ്ങനെ ശ്രമിച്ച് വെള്ളം കലക്കുന്നതാണോ, ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതാണോ, ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ക്രമസമാധാന പാലനം ആളെ നോക്കി തിരഞ്ഞു പിടിച്ച് പോലീസുകാർ നിർവഹിക്കാൻ തുടങ്ങിയാൽ നാടിൻ്റെ അവസ്ഥ വല്ലാത്ത ഒരു ഗതികേടിലാവും.